ഞാനൊരു പാവം ഗസ്റ്റാണ്. പക്ഷെ ഇനി വരാൻ പോകുന്നവരൊക്കെ എങ്ങനത്തെ സ്വഭാവക്കാരാണെന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. ലിവിംഗ് റൂമിൽ എല്ലാവരും വന്ന് ഇരിക്കുകയായിരുന്നു. ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് സാബുവൻ എണീറ്റ് എന്ന് പറയാണ്, ഞാനൊരു പാവം ഗസ്റ്റായിരുന്നു, പക്ഷെ ഇനി വല്ല ഗസ്റ്റും വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് സ്വഭാവമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പോലും പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ മീറ്റിംഗ് എല്ലാം പിരിഞ്ഞു കഴിഞ്ഞിട്ട് അൻസിബയും പവർ ടീമും ഒക്കെ അവിടെ ചർച്ച ചെയ്യാണ്. അദ്ദേഹം പറഞ്ഞ ശരിയാണ്, സാബുവൻ ഒരു പാവം ഗസ്റ്റാണ്, ആരെയും അങ്ങനെ ഹേർട്ട് ചെയ്തിട്ടൊന്നുമില്ല, എല്ലാവരെയും വളരെ മാന്യമായിട്ടാണ് ഡീൽ ചെയ്ത്, പുള്ളി ഒരു മാന്യനായ ഒരു ഗസ്റ്റ് ആണ് എന്ന് അൻസിബ പറയുന്നു. അപ്പോൾ പവർ ടീമിലുള്ള എല്ലാവരും തന്നെ ശരിയാണ്, പുള്ളി പറഞ്ഞ ശരിയാ, പുള്ളി ഒരു മാന്യമായ രീതിയിൽ എല്ലാവരോടും ഡീൽ ചെയ്ത് കൗശലമായിട്ടുള്ള ചോദ്യങ്ങൾ ടാസ്കിന്റെ ഭാഗമായിട്ട് ചോദിച്ചു എന്നുള്ളതല്ലാതെ വേറെ ആരെയും തന്നെ അങ്ങനെ ഹേർട്ട് ചെയ്തിട്ടൊന്നുമില്ല എന്ന്. പക്ഷെ ഇനി വരുന്നവർ അങ്ങനെ ആയിരിക്കില്ല. ഇനി വരുന്നവർ എന്തായാലും ഒരു ചൊറിയൻ ഗസ്റ്റ് എന്തായാലും കാണും. പക്ഷെ അത് നമ്മളല്ല ശ്രദ്ധിക്കേണ്ടത്, അത് ആ ഒരു ടാസ്ക് ചെയ്യുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. പവർ ടീമിന് അത് നോക്കേണ്ട കാര്യമില്ല, അവര് ഹോട്ടലിലെ ഉടമസ്ഥരാണല്ലോ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ ഹോട്ടലിലെ ഉടമസ്ഥനിട്ടൊക്കെ നല്ല രീതിയിൽ രജിത് കുമാർ ഒക്കെ പണിഞ്ഞത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ന് കയറാൻ പോകുന്നത് ശ്വേതാ മേനോനാണ്. പ്രൊമോ കണ്ടിട്ട് ഒരു ചൊറിയൻ ഗസ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്ത്. അത് തന്നെ അവർ മനസ്സിലാക്കി, പവർ ടീം അത് മനസ്സിലാക്കി. എന്തായാലും നമുക്ക് അത് കണ്ടു തന്നെ അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്വേതാ മേനോൻ ചെയ്യാൻ പോകുന്നത്, ആരൊക്കെയാണ് ചൊറിയാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.